ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നതാട്ടോ. ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്താൽ നല്ല ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് രാവിലെ എണീച്ച പാടെ തന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് നമ്മൾ എണീച്ച പാടില്ല ഒന്നാമത്തെ റിഫ്രഷ്മെൻറ്റ്. പിന്നെ ഇങ്ങനെ റൂം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് നമ്മൾ ഇന്നത്തെ പ്ലാനൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഒരുപാട് കമൻറ്റ് വായിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വായിച്ചു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ പുറത്തിങ്ങനെ നടക്കല്ല എന്നെ പണി. പിന്നെ നേരത്തെ നമ്മൾ എൻ്റെ റൂമാണ് ക്ലീൻ ചെയ്തത്. ഇപ്പം ഞാൻ എൻ്റെ വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയില്ല കേട്ടോ. ഇപ്പം എൻ്റെ ഒരു 10 മണിയായിട്ടുണ്ട്. പിന്നെ ഒരു കുളി വാസാക്കുമ്പോൾ നമ്മൾ നല്ലൊരു സുഖം കിട്ടും കേട്ടോ. ഇവിടെ വെച്ച് കുറച്ച് തണുപ്പുണ്ട്, എന്നാലും ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ചൂട് വരും. അപ്പോൾ കുളിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. പിന്നെ നമ്മൾ ഓംലേറ്റ് ആട്ടോ ഓർത്തുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓംലേറ്റ് കുറച്ച് കറുത്തു പോയോന്നൊരു സംശയമില്ല. കുഴപ്പമില്ല, എന്തായാലും ഓംലേറ്റ് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ മെയിലിൽ വന്നിട്ട് അതൊന്നും തിന്നു. പിന്നെ കുറച്ച് ഐപ്പാഡിൽ വീഡിയോസൊക്കെ കണ്ടു. പിന്നെ നമ്മൾ 11 മണിയായപ്പോൾ ഒരു ജ്യൂസ് തിന്നു, ബ്രൗണി തിന്നു. പിന്നെ നമ്മൾ ലഞ്ച് ടൈം ആയപ്പം ഉമ്മ ലഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നല്ല ചിക്കൻ പൊരിച്ചാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പടം അതുമാക്കി നമ്മൾ ഇന്നത്തെ ചോറ് ഇങ്ങനെ ആക്കി. പിന്നെ ഒരു ഐസ്ക്രീമും തിന്നു. പിന്നെ നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനമൊക്കെ ഇട്ട് പുറത്തൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മൈലാഞ്ചി വെച്ചത്. പിന്നെ ഒരു പുറത്തൊക്കെ പോയി ഒരു വൈബ് അടിച്ചിട്ട് വന്നു കേട്ടോ. എൻ്റെ കസിൻ്റെ പെറാട്ടോ ഞാൻ പോയത്, ഒരു മപ്പുട്ടാമ്പറാണ് പോകുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ടൊരു ഷോപ്പിംഗ് നടത്തി കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, പക്ഷെ വാങ്ങിയിട്ടില്ല. ഇതുവരെ വേറൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓറിയോൻ്റെ ബുക്ക് ഉണ്ടല്ലോ, സ്മെല്ല് പോലും ഓറിയോൻ്റെ ആട്ടോ. പിന്നെ ഈ ഒരു സാധനമൊക്കെ എന്താണ് നമുക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് ആടെ തന്നെ ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രോയിങ് ബുക്കൊക്കെ തീർന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഡ്രോയിങ് ബുക്ക് വാങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങി, പിന്നെ കുറച്ച് സ്ട്രോ വാങ്ങി, ഫെവിക്കോൾ, പിന്നെ തിന്നേണ്ട കുറച്ച് ഐറ്റംസ് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ ഞാൻ ബുക്ക് വാങ്ങിയത്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് ഇതായിരുന്നു ഞാൻ വാങ്ങിയതിൽ. പിന്നെ ഇത് അവിടുന്ന് പൊളിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, ഇവിടുന്ന് പുറം കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഒരു ലിച്ചി ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചു. കുറച്ച് ടൈം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തപ്പോൾ വാങ്ങിയതാട്ടോ ഈ ട്രീറ്റിൻ്റെ ഈ ഒരു കേക്ക്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയുള്ളൂ. അപ്പം എല്ലാവർക്കും ബായ്.